യുവരാജ് ഗോകുൽ, മോദിയുടെ ഗ്യാരണ്ടി പ്രചരണത്തിൽ ഏറ്റില്ല എന്നതിൻ്റെ ഒരു ലക്ഷണമാണോ? ആ തരംഗമൊന്നും കാണാനില്ലല്ലോ. തൃശ്ശൂരിലും ആ തരംഗം കാണാനില്ല, തിരുവനന്തപുരത്തും ആ പറയുന്ന തരംഗം കഴിഞ്ഞ തവണത്തെ പോളിംഗിനെ അപേക്ഷിച്ച് കാണാനില്ല എന്ന് പറഞ്ഞാൽ ഒരു നെഗറ്റീവ് വോട്ടിങ്ങിൻ്റെ സൂചനയാണോ ഫീൽഡിൽ നിന്ന് വരുന്നത്? ഭരണവിരുദ്ധ ഗവൺമെന്റിന് എതിരായിട്ട് അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിനെതിരായിട്ടുള്ളൊരു വിരുദ്ധ വികാരം ഒരു പോസിറ്റീവ് വോട്ടിംഗ് അല്ല എന്നതുകൊണ്ടാണോ ഈ പോളിംഗ് പെർസെൻറ്റേജ് ഏകദേശം 4% ഇപ്പോഴത്തെ കണക്ക് പ്രകാരം കുറഞ്ഞിരിക്കുന്നതിനുള്ള സാധ്യതയെ അല്ലെങ്കിൽ കാരണമായി താങ്കൾ മനസ്സിലാക്കുന്നത്? തീർച്ചയായിട്ടും നമ്മളെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയം വളരെ സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം പോളി കുറയുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും അത്ര നല്ല സൂചകമല്ല. ഒരു ജനാധിപത്യ വ്യവസ്ഥയിൽ എല്ലാവരും പോളി ചെയ്യണം എന്നാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. പോളി കുറഞ്ഞിട്ടുണ്ട്, അത് സംഭവം സത്യം തന്നെയാണ്. പക്ഷേ നമ്മൾ ഫീൽഡിൽ വർക്ക് ചെയ്തിട്ടാണല്ലോ വരുന്നത്. അപ്പോൾ ഈ പോളി കുറഞ്ഞ ആശങ്ക കൊണ്ട് തന്നെ ഞാൻ പലയിടത്തും വിളിച്ചു. ഇപ്പോൾ ഉദാഹരണം, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഏറ്റവും അധികം ആശങ്കപ്പെടുന്നത് നമ്മുടെ ശക്തി കേന്ദ്രങ്ങളിൽ പോളിംഗ് കുറയുന്നോ ഇല്ലയോ എന്നുള്ളതായിരിക്കും. ഇപ്പോൾ ഞാൻ വിളിക്കുന്ന നമ്മുടേതായ ശക്തി കേന്ദ്രങ്ങളിലായിട്ടുള്ള ബൂത്തുകളിൽ എല്ലാത്തിലും തന്നെ എല്ലാവരും വലിയ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുകയാണ്. നമ്മുടെ വോട്ടുകളെല്ലാം തന്നെ എത്തിയിട്ടുണ്ട്, നമ്മൾ ഉദ്ദേശിച്ച വോട്ടുകളെല്ലാം തന്നെ പോളിംഗ് ബൂത്തുകളിൽ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് എല്ലാ മേഖലയും. ഇപ്പോൾ തിരുവനന്തപുരം സെൻട്രലിൽ നമ്മുടെ ബൂത്തുകളിലായിരുന്നാലും ശരി, നിയമമണ്ഡലത്തിലെ നമ്മുടെ ബൂത്തുകളിലായാലും വട്ടിയൂർക്കാവിലായിരുന്നാലും എല്ലായിടത്തുനിന്നും നമുക്ക് കിട്ടുന്നൊരു ഇൻപുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടേതായ വോട്ടുകളെല്ലാം തന്നെ പോൾ ചെയ്യിക്കാൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ പലയിടത്തും ഇപ്പോൾ ഉദാഹരണം ബാലരാമപുരത്തൊക്കെ ഞാൻ വിളിച്ചപ്പോൾ അവർ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടതുപക്ഷത്തിൻ്റെ ക്യാമ്പിലും UDFിൻ്റെ ക്യാമ്പിലും ഒരു നിസ്സംഗതയുണ്ടായിരുന്നു. അവരൊന്നും വലുതായിട്ട് ഈ ആൾക്കാരെ പോളിംഗ് ബൂത്തിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് വാഹനങ്ങൾ അറേഞ്ച് ചെയ്യുന്നൊന്നും കണ്ടില്ല. ബട്ട് നമ്മുടെ ബൂത്തുകളെല്ലാം ലൈവായിരുന്നു എന്നുള്ളൊരു ഇൻഫർമേഷനാണ് എനിക്ക് അവിടെ നിന്ന് ലഭിച്ചത്. ചിലപ്പോൾ ഇടതുപക്ഷത്തിനും UDFിനും മറിച്ചൊരു അഭിപ്രായം ഉണ്ടായിരിക്കും, അല്ല ഞങ്ങൾ വർക്ക് ചെയ്തു എന്നുള്ളത്. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ പൂർണ്ണമായിട്ട് ആത്മവിശ്വാസത്തിൽ തന്നെയാണ്. ഇത് തന്നെയാണ് തൃശ്ശൂരിലെ അവസ്ഥ. കണക്ക് വരുമ്പോൾ 72%, ഒരുപക്ഷെ 73-74% ആയേക്കാം വരുന്ന മണിക്കൂറുകളിൽ ആ ക്യൂ നിൽക്കുന്ന അകത്തത്ര അടക്കം ചില ക്യൂകൾ കാണുന്നുണ്ട്. പക്ഷേ അപ്പോഴും കഴിഞ്ഞ തവണ പാലക്കാട് രേഖപ്പെടുത്തിയത് 77.77%. അങ്ങനെ വന്നാൽ പോലും ഒരു 4% കുറവ് പാലക്കാട് ഉണ്ടാവും. തൃശ്ശൂരിലാണെങ്കിൽ ഇത്തവണ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇപ്പോഴുള്ള കണക്ക് പ്രകാരം 71%. അതൊരു പക്ഷേ 74-75 ആയാൽ പോലും കഴിഞ്ഞ തവണ തൃശ്ശൂർ രേഖപ്പെടുത്തിയത് 77.94%. അപ്പോൾ ഈ കണക്കുകളിൽ മോദി ഗ്യാരണ്ടിയോ സുരേഷ് ഗോപി തരംഗമോ രാജീവ് ചന്ദ്രശേഖർ തരംഗമോ ഒരു വലിയ രീതിയിൽ ജനങ്ങളെ ഇളക്കി മറിച്ച് പോളിംഗ് ബൂത്തിലേക്ക് കൊണ്ടുവരുന്ന തരത്തിൽ ഒരു തരംഗമായിട്ടില്ല എന്നത്. അതാണ് ഞാൻ ആവർത്തിച്ച് ചോദിക്കുന്നത്. മോദി ഗ്യാരണ്ടി എന്നുള്ളത് കേരളം തിരസ്കരിച്ചു. ഒരു കാര്യം ഞാൻ പറയാം. ഇന്നിപ്പോൾ സീറോ മലബാർ സഭ അധ്യക്ഷൻ മാർ റഫേ തട്ടിൽ പറഞ്ഞ വാചകം അങ്ങ് കേട്ടിട്ടുണ്ടാവും. മതേതരത്വം പോലെ ആവണം ഭരിക്കുന്ന സർക്കാരും എന്നുള്ളതാണ്. രണ്ടാമത്തത് ആൻഡ്രൂസ് താഴത്തിൽ പറഞ്ഞത് ഹൃദയത്തിലെ നോവാണ് മണിപ്പൂർ അടക്കമുള്ള വിഷയങ്ങൾ എന്നാണ്. അതായത് ഒരു സഭാധ്യക്ഷനും BJPക്ക് വോട്ട് നൽകണം എന്ന രീതിയിലുള്ള പരോക്ഷമായ ഒരു സൂചനയും നൽകിയില്ല. എല്ലാവരും പറയുന്നത് ജനാധിപത്യം, മതേതരത്വം, ഈ പറയുന്ന വർഗീയമായ പ്രശ്നങ്ങൾ ഉണ്ടാവാതെ സമാധാനത്തോടു കൂടി ജീവിക്കണം തുടങ്ങിയവയാണ്. എന്തിനേറെ സുകുമാരൻ നായർ പോലും പറയുന്നു ജനാധിപത്യം, മതേതരത്വം എന്നൊക്കെ. എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം അതൊരു പരോക്ഷമായ സൂചനയായിരുന്നു. കേരളം മോദി ഗ്യാരണ്ടിക്കെതിരെ നിൽക്കുന്നു എന്നൊരു നിലപാട്. ജനാധിപത്യം പുലരണം, മതനിരപേക്ഷത സമൂഹത്തിൽ ഉണ്ടാകണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മോദി ഗ്യാരണ്ടി തന്നെയാണ്. അത് മോദി ഗ്യാരണ്ടിക്ക് എതിരായിട്ടുള്ള ഒന്നാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. അത് മോദി ഗ്യാരണ്ടിക്കൊപ്പം തന്നെയാണെന്നുള്ളതാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. കാരണം ജനാധിപത്യം നിലനിൽക്കണം, മതനിരപേക്ഷത സമൂഹത്തിൽ ഉണ്ടാകണം. ഇത് രണ്ടും ഞങ്ങളും ആവശ്യപ്പെടുന്ന ഒരു കാര്യം തന്നെയാണ് അരുൺകുമാറെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് ഒട്ടുമേ ആശങ്ക ഉണ്ടാക്കുന്ന തലത്തിലുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ഞങ്ങൾ അതിനെ കാണുന്നില്ല. ഞാൻ പറഞ്ഞ് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. ഈ തെരഞ്ഞെടുപ്പ് അവസാനത്തെ തെരഞ്ഞെടുപ്പ് ആവാതിരിക്കാനും വീണ്ടും വോട്ട് ചെയ്യാനും ഞാൻ ഈ തെരഞ്ഞെടുപ്പിൽ വോട്ടവകാശം വിനിയോഗിച്ചിരിക്കുന്നുവെന്നാണ്. അതെങ്ങനെയാണ് താങ്കൾ ഡീകോഡ് ചെയ്യുക? അല്ല, അത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ അഭിപ്രായമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആയിരിക്കും. ഇപ്പം പലതരത്തിലുള്ള പ്രചരണങ്ങൾ ഇവിടെ നടക്കുന്നുണ്ടല്ലോ, പലതരത്തിലുള്ള പ്രചരണങ്ങൾ നടക്കുന്നുണ്ട്. ഇപ്പം കഴിഞ്ഞ ദിവസം അരുൺകുമാർ തന്നെ അത്തരത്തിലൊരു അർത്ഥം വരുന്ന തരത്തിലൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരിക്കുന്നത് ഞാൻ കുറച്ച് നേരത്തെ കണ്ടിരുന്നു. അപ്പോൾ അത് ആൾക്കാർക്ക് പലതരത്തിലുള്ള അവരുടേതായ അഭിപ്രായങ്ങളുണ്ടാകും, രാഷ്ട്രീയമായ റീഡിങ്സ് ഉണ്ടാകും, അതൊക്കെ വേറെ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മതേതരത്വം പുലരണം അല്ലെങ്കിൽ ജനാധിപത്യം ഉണ്ടാകണമെന്നൊക്കെ പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത്ര തെറ്റായിട്ടുള്ളൊരു കാര്യം അല്ലെങ്കിൽ ഞങ്ങൾക്കെതിരായിട്ടുള്ളൊരു കാര്യമാണെന്നൊന്നും ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. പിന്നെ മണിപ്പൂരിൽ സംഭവിച്ചത് ഹൃദയവേദനയാണെന്ന് പറഞ്ഞാൽ അത് അവർക്ക് മാത്രമല്ല, ഞങ്ങൾക്കും അത് ഹൃദയവേദനയാണ്. ഞങ്ങൾക്കും അത് ഹൃദയവേദന ഉണ്ടാക്കിയ ഒരു സംഭവം തന്നെയാണ്. ഞങ്ങൾ അതിനെ പരിഹരിക്കാൻ തന്നെയാണ് ശ്രമിച്ചിരിക്കുന്നത്. Debate with Arun Kumar.